കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടുമുറ്റത്തെ പപ്പായ പൂത്തിട്ടും കായ്ക്കാതെ നിൽക്കുകയാണോ? വെട്ടിക്കളയാൻ വരട്ടെ, നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ആൺപപ്പായ മരത്തെ പൂർണ്ണമായും ഒരു പെൺമരമാക്കി മാറ്റാൻ കഴിയുമോ എന്നത് എനിക്കറിയില്ല. എന്നാൽ കർഷകർക്കിടയിൽ പ്രചാരത്തിലുള്ള ചില പരമ്പരാഗത രീതികളും അവയുടെ സത്യാവസ്ഥയും ഞാനിവിടെ പറയാം. പപ്പായ പ്രധാനമായ 3 തരത്തിലുണ്ട്. അതിലെ ഒന്നാമത്തേത് നീളമുള്ള തണ്ടുകളിൽ പൂങ്കുലകളായി ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നത് നാം സാധാരണയായി കാണാറുള്ളതാണ്. ഇവയിൽ കായ്കൾ ഉണ്ടാവാറില്ല. ഇത്തരം തൈകൾ ആൺപപ്പായ മരങ്ങളാണ്. രണ്ടാമതായി തണ്ടോട് ചേർന്ന് വലിയ പൂക്കൾ ഉണ്ടാവുകയും അവയെല്ലാം കായ്കളായി മാറുകയും ചെയ്യാറുണ്ട്. ഇതും നാം സാധാരണയായി കാണാറുള്ളതാണ്. ഇത്തരം തൈകൾ പെൺപപ്പായയാണ്. ഇനി മൂന്നാമതായ ഒരു ഇനം കൂടിയുണ്ട്, ഉഭയലിംഗ മരങ്ങൾ. അതായത് ആൺ പെൺ അവയവങ്ങൾ ഒരേ പൂവിൽ തന്നെയുള്ളവ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാഭകരം എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ കർഷകർ പരമ്പരാഗതമായി ആൺപപ്പായ മരങ്ങളെ പെൺമരമാക്കിയെടുക്കുവാൻ ചില പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അതിൽ ആദ്യത്തേത് ആൺമരത്തിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റിയാൽ പുതിയതായി വരുന്ന ശാഖകളിൽ ചിലപ്പോൾ ഉഭയലിംഗ പൂക്കൾ വിരിയാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ മരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം, സ്ട്രെസ് കൊടുക്കുമ്പോൾ, അതായത് തടിയിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ അത് വംശവർദ്ധവിനായി പെൺപൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇനി നമുക്ക് പെൺപപ്പായ മരങ്ങൾ വേണമെങ്കിൽ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ അംഗീകൃത ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുക. ഉദാഹരണമായി കൃഷിഭവനിൽ നിന്നോ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നോ മികച്ച വിത്തുകൾ വാങ്ങാൻ ശ്രമിക്കുക. നല്ല ബ്രാൻഡഡ് ഹൈബ്രിഡ് വിത്തുകൾ പാകുമ്പോൾ കൂടുതൽ പെൺമരങ്ങളാവാൻ സാധ്യതയുണ്ട്. തൈകൾ വളർന്ന് പൂവിടുന്നത് വരെയും ഒരു പപ്പായ ആൺമരമാണോ പെൺമരമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പറമ്പിൽ ആൺമരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് മുഴുവനായും വെട്ടിക്കളയരുത്. പെൺമരങ്ങളിൽ കായ്കൾ ഉണ്ടാകുവാനായി പരാഗണത്തിനായി ചുറ്റുവട്ടത്ത് ഒരു ആൺമരമെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു പ്രകൃതിദത്തമായ മാറ്റമല്ല, മറിച്ച് മരത്തിന് നൽകുന്ന സമ്മർദ്ദം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്നതാണ് ശരി. ഈ പരീക്ഷണങ്ങൾ ചെയ്താൽ എല്ലാ ആൺമരങ്ങളും കായ്ക്കുമെന്ന് ഉറപ്പും പറയുന്നില്ല. എങ്കിലും വെട്ടിക്കളയുന്നതിന് മുമ്പായി മരത്തിന് ഒന്ന് സ്ട്രെസ് കൊടുത്തു നോക്കൂ. അപ്പോൾ ആൺപപ്പായ വെട്ടിക്കളയുന്നതിന് മുമ്പായി ഈ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ പപ്പായ മരവും കുലയായി കായ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.